ഗുണ്ട് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കുറേയധികം അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. നിർമ്മാണം നടന്നതാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നടന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളുടെ പ്രൊസീജിയർ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. സെർച്ച് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ ഏരിയ ഒന്ന് പോസ്റ്റ് ബ്ലാസ്റ്റ് സെനാരി ആയതുകൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഇതൊരു ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗുണ്ട് ടൈപ്പ് സാധനങ്ങളോ ഉഗ്രശേഷിയുള്ള ഒരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധാരണ പടക്കങ്ങൾ നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എത്രമാത്രം അവിടെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഗൺ പൗഡർ ആണെങ്കിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങളനുസരിച്ച് കുറച്ച് ക്വാണ്ടിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. അയാളുടെ തന്നെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള അനൂപാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തതായിട്ട് കാണുന്നത്. അയാൾ നിലവിൽ ഈ സംഭവ സ്ഥലത്ത് ഇപ്പം നമ്മൾക്ക് ഇല്ലാത്തൊരു സാഹചര്യമായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മറ്റ് അറസ്റ്റും കൂടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് വ്യക്തമാക്കാൻ അത്തരത്തിൽ അനൂപ് എന്ന് പറയുന്ന ഒരാൾക്ക് മുൻപ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസിന്റെ കേസുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലേക്കും വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്തേക്കാൾ വീട് മാറി മാറി പോകുന്നതായിരുന്നു. ആളുടെ പേരിലല്ല എക്സാക്ട്ലി വീട് എടുത്തിരിക്കുന്നത്, മറ്റൊരാളുടെ പേരിലൊക്കെയാണ് ഈ വീട് എടുത്ത് കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഇവിടെ താമസിക്കുന്നതാണ് നമ്മൾ. എന്തെങ്കിലും ഇതിന് ലൈസൻസ് ഇല്ല. ഈ പറഞ്ഞിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രീതിയിലേക്കുള്ള അനുമതിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളല്ല നടന്നിരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇങ്ങനൊരു സ്ഫോടനം നടക്കാനുണ്ടായിരുന്ന സാഹചര്യം എന്നുള്ളതൊക്കെ പോസ്റ്റ് ബ്ലാസ്റ്റ് പ്രൊസീജിയേഴ്സും ഫോറൻസിക് അനാലിസിസും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ സെർച്ച് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ആണ്. കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു പോയിന്റിൽ നമ്മൾക്ക് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു സ്റ്റേജിൽ അതൊരു അനാലിസിസ് വരുന്നതിന് മുമ്പേ നമുക്ക് ആ ഒരു കാര്യം ഇപ്പോഴത്തെ നിലവിൽ പറയാൻ വേണ്ടി കഴിയും. സെർച്ച് ഓപ്പറേഷൻസ് കഴിയട്ടെ. നമ്മൾക്ക് അതിൽ ഒരാളുടെ സെർച്ച് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കും. കൂടുതൽ ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ. ഇന്നലെ ഈ സമയത്ത് പടക്ക നിർമ്മാണമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണോ ഈ വീട്ടുടമസ്ഥൻ ഈ വീട് വാടക നമ്മൾ ആളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഈ വാടകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. ഈ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞിരിക്കുന്ന സെർച്ച് ഓപ്പറേഷൻസ് കഴിയട്ടെ. അതിന്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ACPയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പിന്നീട് നമുക്ക്